ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മേഘ ജാനകിയോട് പറയാണ്, സത്യമായിട്ടും അവളുടെ ജീവിതം തകർക്കാനായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് കണ്ടു പറയാണ്. ചന്ദ്രിക മഹേഷിനൊപ്പം ജീവിക്കുന്നതാണ് നല്ലതെന്ന് എൻ്റെ മനസ്സിൽ തോന്നിപ്പോയി. അതുകൊണ്ടാണ് ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോകാനും മഹേഷിനോട് വിവാഹം കഴിക്കാനും ഞാൻ പറഞ്ഞത്. എന്നാൽ ആ മഹേഷ് ഞാൻ പണം കൊടുക്കാത്തത് കൊണ്ട് മോശമായി എന്നെ ചിത്രീകരിച്ച് എല്ലാവരുടെ മുമ്പിലും എന്നെ നാണം കെടുത്തി. ചന്ദ്രികയുടെ ജീവിതം നന്നായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ജാനകി ഒന്നും പറയാതെ എല്ലാം കേട്ടു നിൽക്കുകയാണ്. പക്ഷേ മഹേഷ് എൻ്റെ പുറത്ത് വലിയ കുറ്റാരോപണമാണ് നടത്തിയിരിക്കുന്നത്. ശരിക്കും എൻ്റെ മനസ്സിന് വല്ലാത്ത വിഷമം തോന്നുന്നു അമ്മായി. ജാനകി ഒന്നും പറയാതിരുന്നത് കണ്ടിട്ട് മേഘ കരയാണ്. ഈ ലോകത്ത് ആർക്കും നല്ലത് ചെയ്യാൻ പാടില്ല അമ്മായി. അങ്ങനെ ചെയ്താൽ ഇങ്ങനെ പ്രശ്നങ്ങൾക്ക് മുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞ് ജാനകിയുടെ കയ്യും പിടിച്ച് മേഘ കരയാണ്. അമ്മായി ഒന്നും പറയാത്തത് കണ്ടിട്ട് മേഘ ചോദിക്കുകയാണ്, എന്താ അമ്മായി, ഞാൻ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അമ്മായിക്ക് ഒന്നും പറയാനില്ലേ? അമ്മായി മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. മഹേഷ് എന്നെക്കുറിച്ച് പറഞ്ഞതൊക്കെ അമ്മായി വിശ്വസിച്ചിരിക്കുകയാണോ? ഇല്ല മേഘ, മഹേഷ് പറഞ്ഞപ്പോൾ എനിക്കും ശരിക്കും സംശയം തോന്നിയിരുന്നു. പക്ഷേ നീ പറഞ്ഞത് വെച്ച് നോക്കിയപ്പോൾ ചന്ദ്രികയ്ക്ക് നല്ലത് വരാൻ വേണ്ടിയില്ലേ നീ അങ്ങനെയൊക്കെ ചെയ്തേ? നോക്കൂ മേഘ, നീ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഞാൻ നിന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഇത് മതിയമ്മായി, ഈ ഒരു വാക്ക് മാത്രം മതിയമ്മായി. ഇമെയിലിൽ എന്നെക്കുറിച്ച് ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല. മേഘ കരഞ്ഞുകൊണ്ട് തന്നെ അഭിനയിക്കുകയാണ്. അമ്മായി എന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ, എനിക്കത് മാത്രം മതി. ഒരുപാട് നന്ദിയുണ്ട് അമ്മായി, ഒരുപാട് നന്ദി. എന്നിട്ട് അമ്മായിയുടെ കൈയെടുത്ത് അവളുടെ തലയിൽ വെക്കാണ്. അമ്മായി വീണ്ടും ആലോചനയിലായി. അപ്പം മേഘ അങ്ങോട്ട് പോയടുത്തുനിന്ന് വീണ്ടും തിരിഞ്ഞു നോക്കിയിട്ട് മനസ്സിൽ പറയാണ്, അമ്മായിയെ പോലെ ഒരാളുണ്ടാകുമ്പോൾ എനിക്ക് എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം. മേഘ പിന്നെ ഒന്നും ആലോചിക്കാതെ ധൈര്യത്തോടെ പോയി. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക ഇതാ നേരെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ തന്നെ ചന്ദ്രികയുടെ കണ്ണ് നേരെ നൈം ബോർഡിലേക്കാണ് പോയത്. അവിടെ നൈം ബോർഡൊക്കെ മാറ്റിയിട്ട് മേഘാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ചന്ദ്രിക അവിടെ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കുകയാണ്, ആ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നുള്ളതിനെ മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നിവൾ മാറ്റിയല്ലോ. ഇതാണോ ഇവൾ വളർത്തച്ഛന് കൊടുക്കുന്ന ബഹുമാനം? അച്ഛൻ്റെ സ്വത്തെല്ലാം തട്ടിയെടുത്തിട്ട് ഇപ്പം അച്ഛൻ്റെ പേരും മാറ്റിയിരിക്കുന്നു. ചന്ദ്രിക അതൊക്കെ ചിന്തിച്ച് അകത്തേക്ക് കയറുകയാണ്. അപ്പോഴാണ് മനോഹരൻ കേക്കുമായിട്ട് വന്നിട്ട് ലഡുവുമായിട്ട് വന്നിട്ട് പറയാണ്, എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ്. എടാ രാഹുലെ, ലഡു എടുക്കടാ. രണ്ടെണ്ണം എടുത്തോ. ഗീത, ലഡു എടുക്ക്. ഇനി മുതൽ നമ്മുടെ കമ്പനി മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനി. മീര, നീയും ഒരു ലഡു എടുത്തോ, നിന്റെ കെട്ടിയവനും കൂടി ചേർത്തെടുത്തോ. നിനക്കും ഒരു ലഡു എന്ന് പറഞ്ഞ് എല്ലാവർക്കും ലഡു കൊടുക്കുകയാണ്. അപ്പോഴേക്കും മുമ്പിൽ ചന്ദ്രിക എത്തി. അപ്പോൾ ചന്ദ്രികയെ കണ്ട മനോഹരൻ കളിയാക്കി ചിരിക്കുകയാണ്. എന്താ ചന്ദ്രിക ഇങ്ങോട്ട് വന്നത്? നോക്ക്, ഇനി മുതൽ ഇത് മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി അല്ല, ഇന്ന് മുതൽ മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് മാറി. ആ സന്തോഷം ആഘോഷിക്കുന്നതിന് വേണ്ടിയാ എല്ലാവർക്കും ഞാനിതാ ലഡു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കുറഞ്ഞാലും സാരമില്ല, നീയും ഒരെണ്ണം എടുത്തോ. ചന്ദ്രിക മനോഹരനെയും കയ്യിലിരിക്കുന്ന ലഡുവും നോക്കുകയാണ്. അപ്പം മനോഹരൻ ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെ നോക്കുന്നത്? മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇതാ ഇങ്ങനെ കുട്ടുകുട്ടുകുട്ടുകുട്ടായിരിക്കുന്നു. മനോഹരൻ ആക്കിച്ചിരിക്കുകയാണ്. അപ്പം ചന്ദ്രികയ്ക്ക് ദേഷ്യം വന്നു. മനോഹരൻ്റെ കയ്യിലിരിക്കുന്ന ലഡു തട്ടിത്തെറിപ്പിച്ചു. അയ്യോ എൻ്റെ അമ്മോ, എൻ്റെ ലഡു. മനോഹരൻ ദേഷ്യത്തോടെ എന്ന് പറയാണ്. ചന്ദ്രിക കാര്യമാക്കാതെ അകത്തേക്ക് മേഘയുടെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ലഡു ഇഷ്ടമല്ലെങ്കിൽ കഴിക്കാതിരിക്കണം, അല്ലാതെ ഇങ്ങനെ തട്ടിക്കളയണോ? മേഘയുടെ അടുത്ത് പോയിട്ട് ചന്ദ്രിക പറയാണ്, എന്താ മേഘ, നീ എന്താ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നേ? മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്നുള്ള പേര് നീ എന്തിനാ മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്നുള്ള പേര് മാറ്റിയത്? മേഘ ഉടൻ പറയാണ്, ഇതെന്ത് ചോദ്യാ, ഇത് എൻ്റെ കമ്പനിയല്ലേ. എൻ്റെ കമ്പനി എൻ്റെ പേരിലിരിക്കുന്നതല്ലേ നല്ലത്. നീ അങ്ങോട്ട് ഈ കമ്പനിക്കും നിൻ്റെ അച്ഛനമ്മമാർക്കും യാതൊരു ബന്ധവും ഇല്ല, മനസ്സിലായോ? മേഘ, നീ ഒരുപാട് അഹങ്കരിക്കരുത്. ഇങ്ങനെ ഒരുപാട് അഹങ്കരിച്ചവരൊക്കെ അഡ്രസ്സില്ലാതെ മാറിയിട്ടേ ഉള്ളൂ. നിനക്കും ആ അവസ്ഥ വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല. അത് കേട്ട് മേഘ കളിയാക്കി ചിരിക്കുകയാണ്. അപ്പം ചന്ദ്രിക, നീ ഇപ്പം ഇരിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, അത് എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി സമ്പാദിച്ചതാ. ഓ
അപ്പോൾ ചന്ദ്രിക, അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് കയറി ഇരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് തന്നെ മാറ്റുന്നത് ഒട്ടും ന്യായമല്ല. നീ സ്വന്തം മകളല്ല എന്നറിഞ്ഞിട്ടും നിന്നോട് എത്ര ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം പെരുമാറിയിട്ടുള്ളത്. എന്നാൽ നീ അങ്ങനെയുള്ള അവരെ പറ്റിച്ചു. നീ അവരോട് ചെയ്ത ദ്രോഹത്തിന് ഉറപ്പായിട്ടും ഒരു ദിവസം ഉത്തരം പറയേണ്ടി വരും. ശരി, അത് നമുക്ക് കണക്ക് പറയുന്ന ദിവസം നോക്കാം. ഇപ്പം നീ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. അപ്പോഴേക്കും ചന്ദ്രികയുടെ ഫോൺ റിങ്ങടിഞ്ഞു. ചന്ദ്രിക ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയൂ സാർ. ശരി സാർ, വരാം സാർ. എന്നിട്ട് പറയാണ്, മേഘ, ഇതിനൊക്കെ നീ വൈകാതെ തന്നെ അനുഭവിക്കും. ഞാൻ അനുഭവിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ പഴയ ഓർമ്മയിൽ ഈ ഓഫീസിൻ്റെ അടുത്തേക്കൊന്നും വരരുത്. മേഘയുടെ സംസാരം കേട്ട് ചന്ദ്രിക ദേഷ്യത്തോടെ പുറത്തേക്ക് പോവാണ്. അപ്പോഴേക്കും അവിടെ മനോഹരൻ എത്തി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മേഘ, അവളുടെ അച്ഛൻ്റെ പേര് മാറ്റിയെന്ന് പറഞ്ഞ് അവൾ വയലൻ്റ് ആവുകയാണോ? പിന്നെ വയലൻ്റ് ആവില്ലേ? രക്തബന്ധമല്ലേ, വേദനിക്കാതിരിക്കുമോ? മേഘ, ഇനി അവളെ ഈ ഓഫീസിൽ കയറ്റരുത്. അവളെ മാത്രമല്ല, അവളെയും മഹേന്ദ്രനെ സപ്പോർട്ട് ചെയ്യുന്ന ആരായാലും ഇവിടെ കയറ്റരുത്. ഇനി മുതൽ ഈ ക്യാബിനിൽ നിന്റെ സീറ്റ് മാത്രമേ ഉണ്ടാവാവൂ. ആ ചന്ദ്രികയുടെ സീറ്റ് ഇവിടെ ഉണ്ടാവാനേ പാടില്ല. ഓഫീസിൽ അഡ്മിനോട് പറഞ്ഞ് ഉടനെ തന്നെ എടുത്തു മാറ്റണം. മേഘ, ചന്ദ്രിക അടുത്ത തവണ ഈ ഓഫീസിലേക്ക് വരുമ്പോഴേ അവളുടെ സീറ്റ് ഈ ക്യാബിനിൽ ഉണ്ടാവാനേ പാടില്ല. അതിനെന്താ അമ്മവ, നമുക്കങ്ങനെ തന്നെ ചെയ്തേക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്താലും ആർക്കും ചോദിക്കാൻ പറ്റില്ല. കാരണം കോർട്ട് ഓർഡർ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അതെ, പിന്നെ അല്ല. മേഘ മേഡത്തിനെ കാണാൻ ഷെയർ ഹോൾഡേഴ്സ് വന്നിട്ടുണ്ട്. മേഘ അവളോട് പറയാണ്, ഞാൻ ആരോടും വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്തിനാ അവർ വന്നിരിക്കുന്നേ? അറിയില്ല. ശരി, എല്ലാവരോടും കോൺഫറൻസ് റൂമിൽ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയൂ. വരാം. ഓക്കെ മാഡം. എന്തിനായിരിക്കും അമ്മാവ ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും വന്നിരിക്കുന്നത്? വേറെ എന്തിനായിരിക്കും മോളെ? കോർട്ടിൽ നിന്ന് നിനക്ക് അനുകൂലമായ വിധി വന്നതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിനെ എല്ലാവരെയും എരികേറ്റ് വിട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ ഷെയറെല്ലാം തിരിച്ചു ചോദിക്കാൻ വന്നതായിരിക്കും എന്നാണ് അമ്മാവൻ വിചാരിക്കുന്നത്. മഹേന്ദ്രൻ ചെയ്തതായിരിക്കും മോളെ ഇത്. അതാണ് എനിക്ക് തോന്നുന്നത്. എന്താ അമ്മവായി പറയുന്നത്? എല്ലാവരും ഷെയർ തിരികെ ചോദിച്ചാൽ എന്താ നമ്മൾ ചെയ്യുക? മോളെ, ആ പഴയ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി പൂട്ടിപ്പോയി. ഇത് മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഷെയറെല്ലാം ലോസായിപ്പോയി. നിങ്ങളുടെ ഷെയർ വേണമെങ്കിൽ ആ മഹീന്ദ്രനോട് തന്നെ ചോദിക്കണമെന്ന് ധൈര്യമായിട്ട് പറയും. അമ്മാവൻ്റെ വാക്ക് കേട്ട് മേഘയ്ക്ക് സന്തോഷമായി. അത് കേട്ട് മേഘ ചിരിക്കുകയാണ്. അപ്പോൾ അമ്മാവൻ പറയാണ്, മേഘ, എന്നിട്ടും ഏതെങ്കിലും ഒരുത്തൻ ഉടക്കാൻ വന്നെന്ന് വെച്ചോ, അത് പിന്നെ ഈ അമ്മാവൻ നോക്കിക്കൊള്ളടാ. ശരി അമ്മാവ, വാ. മേഘ അങ്ങനെ കോൺഫറൻസ് റൂമിൽ എത്തി. എന്നിട്ട് പറയാണ്, ഹായ് എവരിബഡി. ഹായ് മേഘ. മേഘ അവിടെ എത്തിയിട്ട് എല്ലാവരോടും ചോദിക്കുകയാണ്, എന്താ ഒരു ഫോൺ പോലും ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് വന്നേ, എന്ത് പറ്റി? അപ്പോൾ അതിലൊരാൾ പറയാണ്, മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീൻ്റെ മാറ്റിയിട്ടിപ്പോൾ മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയാക്കി മാറ്റി. ഞങ്ങളൊക്കെ മഹീന്ദ്രൻ്റെ 25 വർഷമായിട്ടുള്ള പാർട്ട്നേഴ്സാണ്. ഞങ്ങളൊക്കെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് മഹീന്ദ്രനോടുള്ള വിശ്വാസം കൊണ്ടാണ്. എന്നാൽ നിങ്ങളിപ്പോൾ ആ കമ്പനി ടേക്ക് ഓവർ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സ് ആവാൻ നമ്മൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ഷെയർ തിരികെ വാങ്ങാമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. സോ ഞങ്ങളുടെ ഷെയർസ് എല്ലാം ഈ വിത്തിൻ 1 മന്തിൽ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അത് കേട്ട് മേഘ ഞെട്ടാണ്. അതുപോലെ തന്നെ മനോഹരനും എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. നിങ്ങളും നമ്മളും തമ്മിലുള്ള ബിസിനസ് ഡീൽ ഇന്നത്തോടെ ഞങ്ങൾ അവസാനിപ്പിക്കാം. മേഘ ചിരിച്ചുകൊണ്ട് പറയാണ്, അപ്പം നിങ്ങൾക്ക് കാര്യമൊന്നും അറിയില്ലേ? എന്ന് മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയായിട്ട് മാറിയോ, അന്ന് തന്നെ നിങ്ങളുടെ കോൺടാക്ട്സ് എല്ലാം ക്ലോസ് ആയി കഴിഞ്ഞു. അത് കേട്ട് അവരെല്ലാം വിഷമത്തോടെ പരസ്പരം നോക്കുകയാണ്. ഇതിലൊരാൾ ചോദിക്കുന്നു, വാട്ട്, നിങ്ങൾ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി അവിടെയല്ലേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ആ കമ്പനി അടച്ചുപൂട്ടി. എന്നിട്ട് അവർ തന്നെ പരസ്പരം ചോദിക്കുകയാണ്, എന്താ സാർ ഇതെന്താ ഇവർ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങളുടെ ഷെയർസ് എല്ലാം ലോസായി. എന്താ നിങ്ങൾ തമാശ പറയാണോ? മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയെ മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനി എന്ന് പറഞ്ഞ് അതിൻ്റെ പേര് മാറ്റിയിട്ട് ഞങ്ങളെയൊക്കെ കളിയാക്കാണോ? എന്നിട്ട് അതൊക്കെ ലോസായി എന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഞങ്ങളെല്ലാം ലീഗലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കോർട്ടിലേക്ക് പോയിക്കോ. ഞാൻ അവിടെ മറുപടി പറഞ്ഞോളാം. നോക്കൂ മേഡം, നിങ്ങളും നിങ്ങളുടെ അച്ഛനും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തമ്മിൽ തീരട്ടെ. ഞങ്ങളെ കൂടി അതിൽ വലിച്ചിഴക്കരുത്. ഞങ്ങൾക്ക് കിട്ടേണ്ട ഷെയർ തരുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ വലിയ പ്രശ്നമാവും.
നിങ്ങൾ എന്ത് ചെയ്യും? മേഘ ധൈര്യത്തോടെ ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യാനും മടിക്കില്ല. മനോഹരൻ എന്നിട്ട് ദേഷ്യത്തോടെ പറയാണ്, ഏയ് നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നോക്ക്, നിനക്ക് പിന്നെ ഈ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിക്കുക. മേഘ ആരുമില്ലാത്തവളാണെന്ന് കരുതിയോ? നോക്ക്, മേഘ ഒന്ന് കണ്ണടച്ചാൽ 1000 പേരെ ഞാൻ ഈ ഓഫീസിൽ കൊണ്ടുവന്ന് നിർത്തും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ. നിങ്ങൾക്ക് ഷെയർ വേണമെങ്കിൽ ആ മഹീന്ദ്രനോട് പോയി ചോദിക്കുക. ഇനി അതിലൊരാൾ ചോദിക്കുന്നു, മേഘ ഇപ്പം നമ്മൾക്ക് ഷെയറുകൾ നിങ്ങൾ തിരിച്ചു തരുന്നുണ്ടോ ഇല്ലയോ? അത് കേട്ട് മനോഹരൻ വീണ്ടും പറയാണ്, എടോ എനിക്ക് ഇവിടെ ഒരു ഷെയറും ഇല്ല. ഷെയർ പോയിട്ട് നീ ഇരിക്കുന്ന ചെയർ പോലും ഞങ്ങൾ തരില്ല. അത് കേട്ട് മേഘ ചിരിക്കുകയാണ്. എൻ്റെ മുമ്പിൽ വെച്ച് മേഘയെ പേടിപ്പിക്കുന്നോ? എല്ലാവരും എണീച്ച് പുറത്തു പോയേ. എന്താ സാർ ഇത്? അവർ തന്നെ പരസ്പരം ചോദിക്കുകയാണ്. മേഘ മാഡം, നിങ്ങൾ തീരെ എത്തിക്സ് ഇല്ലാതെയാണ് പെരുമാറുന്നത്. നിങ്ങൾക്ക് ഒരു ബിസിനസ് എങ്ങനെ നടത്തണം എന്ന് പോലും അറിയില്ല. മേഘ ദേഷ്യത്തോടെ പറയാണ്, മൈൻഡ് യുവർ വേർഡ്സ്. ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് എന്നെ നിങ്ങൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഗെറ്റ് ഓൺ ഗെറ്റ് ലാസ്റ്റ്. എന്താ സാർ, എന്താ ഇത്? എഴുന്നേൽക്കടോ, എഴുന്നേൽക്ക്. പറഞ്ഞത് കേട്ടില്ലേ? മനോഹരൻ ചൂടാവാണ്. എല്ലാവരും എണീറ്റ് പുറത്തു പോ. വരൂ സാർ, നമ്മളെന്തിനാ ഇവരോട് സംസാരിക്കുന്നത്? നമുക്ക് മഹീന്ദ്രനോട് പോയി സംസാരിക്കാം. മഹീന്ദ്രൻ സാറിനോട് തന്നെ ഷെയർസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം. വരൂ സാർ. എല്ലാവരുടെയും കാര്യത്തിന് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നു. പോവാണെന്ന് അത്ര പണിയില്ലാതെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. ഷെയർ വേണം പോലും. ഷെയർ അത്രേ. പിന്നെ അവർ ധൃതി പിടിച്ച് ഇറങ്ങി പോകുന്നതിനിടയ്ക്ക് മനോഹരൻ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയാണ്, എന്തിനാ മേഘ ഇവരോടൊക്കെ സംസാരിക്കാൻ നിൽക്കുന്നത്? പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറിനെയാണ്. മഹീന്ദ്രൻ സാറ് മലയാറിന് ഫുഡ് കൊടുക്കുകയാണ്. ഇതാ കഴിക്കുമോളെ. വാതുറക്ക് വാങ്ങുമോളെ, കഴിക്ക്. മതി മുത്തശ്ശ. എന്താ മോളെ, എന്താ നീ നന്നായിട്ട് ഭക്ഷണം കഴിക്കാത്തത്? നിനക്കെന്താ മോളെ പറ്റിയത്? മുമ്പൊക്കെ അമ്മ എനിക്ക് വാരിത്തരുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ അമ്മ എനിക്ക് വാരിത്തരാറേ ഇല്ല. എപ്പം നോക്കിയാലും അമ്മ സിദ്ധുവിൻ്റെ കൂടെ എവിടെയെങ്കിലും പോവും. എന്നെ അമ്മ മറന്നുപോയി. അങ്ങനെയൊന്നും പറയാൻ പാടില്ല കണ്ണാ. അമ്മ എങ്ങനെയാ നിന്നെ മറക്കുക? അമ്മ ആർക്ക് വേണ്ടിയാ കഷ്ടപ്പെടുന്നത്? നിനക്ക് വേണ്ടിയല്ലേ മോളെ. മുമ്പത്തെ പോലെ അമ്മ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ശരിയാ. എന്ന് വെച്ച് അമ്മയ്ക്ക് മോളോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. അമ്മയ്ക്ക് ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് അമ്മ കുറച്ച് ബിസിയാണെന്ന് മോള് മനസ്സിലാക്കണം. നിനക്ക് എന്ത് വേണമെങ്കിലും മുത്തശ്ശനോടും മുത്തശ്ശിയോടും ചോദിക്ക്. ഞങ്ങൾ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. കേട്ടോ മോളെ? ശരി മുത്തശ്ശ. അപ്പോഴേക്കും ഓഫീസിൽ വന്നവരൊക്കെ മഹീന്ദ്രൻ്റെ വീട്ടിലേക്ക് വരികയാണ്. അവർ പരസ്പരം പറയാണ്, ആ മേഘ എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് കേട്ടില്ലേ? അതെ. എന്നിട്ട് അവർ പുറത്തു നിന്ന് വിളിക്കുകയാണ്, മഹീന്ദ്രൻ സാർ. മഹീന്ദ്രൻ സാർ പുറത്തേക്ക് വന്ന് നോക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി വിളിക്കുകയാണ്, മഹീന്ദ്രൻ സാർ. നമസ്കാരം സാർ. നമസ്കാരം. എല്ലാവരും അകത്തേക്ക് വരൂ. മഹീന്ദ്രൻ സാറിനെ കണ്ടതും അവർ പറയാണ്, മഹീന്ദ്രൻ സാർ ഇപ്പോൾ ഈ വീട്ടിലാണോ താമസിക്കുന്നത്? ഓ, ആ വീട്ടിൽ കാണാതെ ഈ വീട്ടിൽ കണ്ടതുകൊണ്ടാണോ ചോദിക്കുന്നത്? കുറച്ചു നാളത്തേക്കാ സാർ. അതിനുശേഷം എല്ലാം ശരിയാവും. അകത്തേക്ക് വരൂ, എല്ലാവരും അകത്തേക്ക് വരൂ. സാറില്ല സാർ. സാറിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. കോർട്ടിൽ മേഘയ്ക്ക് അനുകൂലമായി വിധി വന്നതായിട്ട് അറിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഓഫീസിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് വീട് മാത്രമല്ല സാറിൻ്റെ കമ്പനിയും അവരുടെ പേരിലേക്ക് മാറ്റിയെന്ന്. ചന്ദ്രൻ സാറ് വിഷമത്തോടെ നിൽക്കുന്നത് അവർ കാണുകയാണ്. അതുകൊണ്ട് സാറിൻ്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ഷെയറിന് ഞങ്ങൾ തിരിച്ചു ചോദിച്ചു. അപ്പം ഞങ്ങളോട് മേഘ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണമൊന്നും തിരികെ തരാൻ പറ്റില്ല, മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇപ്പോൾ നിലവിലില്ല എന്നൊക്കെ അവർ പറഞ്ഞു. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മഹീന്ദ്രനോട് തന്നെ പോയി ചോദിക്കണം. നിങ്ങൾ മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ കമ്പനി പൂട്ടിപ്പോയി, ഷെയർസ് ഒന്നും തിരിച്ചു തരാൻ പറ്റില്ല എന്നും അവർ മുഖത്തടിച്ചതുപോലെ പറഞ്ഞു സാർ. എന്ത്? മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി നിലവിലില്ലെന്ന് അവൾ പറഞ്ഞോ? എന്തായി പറയുന്നത്? ഈ കമ്പനി ഉണ്ടാവാൻ കാരണം തന്നെ നിങ്ങളുടെയൊക്കെ ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. നിങ്ങൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉള്ള കാര്യം അവൾക്ക് തന്നെ അറിയാമല്ലോ. അതൊക്കെ കമ്പനിയുടെ റെക്കോർഡ്സിൽ ഉണ്ടല്ലോ. അപ്പോൾ അവർ പരസ്പരം തന്നെ നോക്കിയിട്ട് പറയാണ്, അതെ, അത് ശരിയാണല്ലോ, അത് ശരിയാണ്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അതിനകത്തുണ്ട്. പിന്നെ എങ്ങനെയാ അവൾ ഇല്ലെന്ന് പറയുക? സാർ, ആ കമ്പനി പൂട്ടിപ്പോയി എന്നല്ലേ അവർ പറയുന്നത്? കമ്പനി നിലവിൽ ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത പണമെല്ലാം പോയതെന്ന് പറയുന്നത് ശരിയല്ലേ? ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി ഇപ്പോൾ നിലവിലില്ല. ആ കമ്പനി കുഴിച്ചു മൂടിയിട്ട് ഇപ്പോൾ അവരുടെ പേരിൽ പുതിയ കമ്പനി തുടങ്ങി. അവരോട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത പണം എങ്ങനെ ചോദിക്കാൻ പറ്റും? അവർ ഞങ്ങളോട് എത്ര മോശമായിട്ടാണ് പെരുമാറിയെന്ന് സാറിനറിയാമോ?
പിന്നെ മേഘയും മനോഹരനും പറഞ്ഞതും കാട്ടിക്കൂട്ടിയതൊക്കെ ഒരാൾ വിശദമായിട്ട് മഹേന്ദ്ര സാറിൻ്റെ അടുത്ത് പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം മഹേന്ദ്ര സാർ പറയാണ്, എനിക്ക് തന്നെ അറിയില്ല അവൾ എങ്ങനെയാണ് ഇങ്ങനെ ക്രിമിനലായിട്ട് മാറിയതെന്ന്. കേട്ടപ്പോൾ തന്നെ എനിക്ക് വല്ലാത്ത വിഷമം തോന്നുന്നു. എൻ്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം ഞാൻ തിരികെ തരുമായിരുന്നു. ഇപ്പോൾ എനിക്ക് കമ്പനി ഇല്ലല്ലോ സാർ. താമസിച്ചിരുന്ന വീട് പോലും എന്നെ കബളിപ്പിച്ച് എഴുതി വാങ്ങി. ഞാൻ കോർട്ടിൽ കേസ് കൊടുത്തിട്ടും ഒന്നുമില്ലാതെ വെറും കൈയോടെ തിരികെ വരേണ്ടി വന്നു. നിങ്ങളെയൊക്കെ ഇങ്ങനെയൊരവസ്ഥയിൽ എത്തിച്ചതിന് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾ എല്ലാവരോടും എന്നോട് ക്ഷമിക്കണം. ഇതിൽ ഒരാൾ പറയാണ്, മഹേന്ദ്രൻ സാർ, നിങ്ങൾ ക്ഷമ ചോദിക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാഷ് തിരിച്ചു തരാൻ നോക്കൂ. അതായിരിക്കും നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപകാരം. മേഘയെ വിശ്വസിച്ചിട്ടല്ല ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത്, നിങ്ങളെ വിശ്വസിച്ചിട്ടാ. ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ കൈമലർത്തരുത്. നിങ്ങളുടെ സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് സാർ. എന്ന് വെച്ച് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരികെ തരാൻ ചോദിക്കാതിരിക്കാൻ പറ്റില്ല സാർ. എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം തിരികെ തരാൻ നോക്കൂ. ഞങ്ങൾ ഇറങ്ങട്ടെ? വരട്ടെ സാർ. അതൊക്കെ കേട്ട് മഹേന്ദ്രൻ സാർ വിഷമത്തോടെ നിൽക്കുകയാണ്. അവരൊക്കെ അതും പറഞ്ഞ് ഇറങ്ങിപ്പോയി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത്, എന്ന് മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ് കമ്പനി മേഘ ഗ്രൂപ്പ് ഓഫ് കമ്പനിയായിട്ട് മാറിയോ? അന്നേ എല്ലാം അവസാനിച്ചു. മഹേന്ദ്രൻ സാർ വന്നിട്ട് മേഘയോട് ചോദിക്കുകയാണ്. അപ്പോൾ മേഘയുടെ സംസാരം മറുപടി കേട്ടിട്ട് മഹേന്ദ്രൻ സാർ പറയാണ്, ദേ നോക്ക്, അവരുടെ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നും പോവില്ല. അപ്പോൾ മനോഹരൻ സെക്യൂരിറ്റിയോട് പറയാണ്, എടോ, ആരാ എന്താ എന്ന് ചോദിക്കാതെ ഓരോരുത്തരെയും ഇങ്ങോട്ട് കയറ്റി വിടുവാണോ? ഇനി ഒരു മിനിറ്റ് പോലും ഇയാൾ ഇവിടെ നിൽക്കരുത്, പിടിച്ച് പുറത്താക്ക്. ഏയ് വരണം സാർ, വരണം എന്ന് പറഞ്ഞ് അവിടുത്തെ സെക്യൂരിറ്റി മഹേന്ദ്രനെ പിടിച്ച് പുറത്താക്കുകയാണ്. ഏയ് മേഘ, ഇതൊക്കെ ഒരിക്കലും നല്ലതിനല്ല. വിടറാ എന്നെ. ഇല്ല സാർ, നടക്ക് സാർ. ഇങ്ങോട്ട് വന്നേ സാർ, ഒന്ന് പോയേ സാർ. പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് മഹേന്ദ്രൻ സാറിനെ തള്ളി താഴെയിട്ടു. പുറത്തേക്ക് വീണ മഹേന്ദ്രൻ സാർ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഇന്നലത്തെ വീഡിയോനെ പറ്റി താമസിച്ചതുകൊണ്ട് എല്ലാവരും ചോദിച്ചിരുന്നു. ഇവിടെ ഇല്ലാത്ത കാരണത്താൽ വൈഫൈ കംപ്ലൈൻറ്റിലായി. അതുകൊണ്ട് അതിൻ്റെ മോഡം മാറ്റണം. അതുകൊണ്ട് അത് കുറച്ച് വെയിറ്റിങ്ങിലായിപ്പോയി. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചു പോയത്. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ താമസിച്ചാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. സീ യു ഓൾ.